ശർമാജി, നമുക്ക് ഇന്ന് കത്ത് വന്നിരിക്കുന്നത് കൊച്ചിയിൽ നിന്നാണ്. ശ്രീവിദ്യയാണ് കത്ത് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാം സ്ഥിരമായി കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കത്ത് അയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്. മകൾ പഠനം കഴിഞ്ഞ് നിൽക്കുകയാണ്. ജോലി, വിവാഹം എന്നിവയ്ക്ക് എന്ന് നടക്കും എന്നറിയണം. ഒരു ഗവൺമെന്റ് ജോലിക്കുള്ള സാധ്യതയുണ്ടോ? നല്ല വിവാഹ ബന്ധം ലഭിക്കുമോ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ചോദ്യം തന്നെ അമ്മയുടെ ചെറിയ സംശയമുണ്ട്. ഗൃഹനിലയിലും അങ്ങനെ തന്നെ കാണും. ഇപ്പോൾ വല്ല കുഴപ്പത്തിലും ചാടുവോ ജോത്സ്യരേ എന്നെല്ലാം ആ ചോദ്യത്തിനൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു വന്നിട്ടുണ്ട്. കുറച്ച് സത്യമുണ്ട്. എന്നാൽ മകൾക്ക് നീചഭംഗ രാജയോഗം, ഗജകേസരി യോഗം, പരിവർത്തന യോഗം, ചതുർഗ്രഹ യോഗം, ഇങ്ങനെ 4 ഇമ്പോർട്ടൻ്റ് യോഗങ്ങളാണ്. ഒരു മകളെ സംബന്ധിച്ചിടത്തോളം, ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ഈ 4 യോഗം വളരെ നല്ല നിലയിലുള്ള ഗവൺമെൻറ് ജോലി. ഇതം ഇന്ദ്രശുദ്ധേന ആഗഹി ശുദ്ധശുദ്ധാവിരോധിഭി ശുദ്ധോരൈ നിധാരയ ശുദ്ധോ മമത് സൗമ്യ ഇന്ദ്രശുദ്ധോഹിനോരിയും ശുദ്ധോ രത്നാദിതാശുഷേ ശുദ്ധോ വത്താണി ജിഗ്നതേ ശുദ്ധോ വാചം സിഷാസസി സ്വാദിഷ്ടയാ മതിഷ്ടയാ പവസ്വ സോമധാരയ ഇന്ദ്രായ പാദവേ സുത. ഇന്ദ്രസമാനമായ രീതിയിൽ ജീവിക്കാനുള്ള നല്ല സ്വർഗീയമായ ഭവനം, വളരെ വിലപിടിപ്പുള്ള വാഹനം, പല ആളുകൾ നോട്ടമിട്ട സൗന്ദര്യം, ശരീര ആകാര ഭംഗി, ചുരുണ്ട മുടി, പരൽ മത്സ്യത്തിൻ്റെ പോലെ മറയുന്ന കണ്ണുകൾ, ചുരുക്കത്തിൽ സുന്ദരി. ഗവൺമെൻറ് ഉദ്യോഗത്തിനുള്ള യോഗങ്ങൾ, എല്ലാവിധ ഭാഗ്യങ്ങളും, വസ്തുഗ്രഹ വാഹന കനകവേഷഭൂഷണാദി യോഗം, ഇതെല്ലാം നീചഭംഗരാജയോഗം, ഗജകേസരി യോഗം, പരിവർത്തന യോഗം മുതലായ യോഗങ്ങളിലുണ്ട്. ചതുസാഗര യോഗത്തിൽ ചിലപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടിയാലും വിദേശത്ത് പോകും, അല്ലെ വിദേശത്തേക്കുള്ള ഇവിടുത്തെ ഗവൺമെൻറ് ജോലിയേക്കാൾ കൂടുതൽ ശമ്പളവും അധികാരവും പത്രാസും ഒക്കെ കിട്ടത്തക്ക നിലയിലുള്ള പതിവിലുള്ള ജോലി കിട്ടിയിരുന്നാലും മതി. അപ്രകാരമുള്ള എല്ലാ യോഗങ്ങളും ഉണ്ട്. പക്ഷേ വിവാഹ ദാമ്പത്യ കാരകൻ ശുക്രൻ എന്ന ഗ്രഹം സൂര്യഗ്രഹവുമായി 9 ഡിഗ്രിയിൽ മൗഢ്യത്തിൽ നിൽക്കുന്നതിനാൽ അതൊരു വിഷയമാണ്. ദാമ്പത്യം അത്ര തൃപ്തികരം ആയിരിക്കണം എന്നില്ല. ആയുസ്സും അഴകും സമ്പത്തും എല്ലാം കൊടുക്കുന്നവർക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. സ്ത്രീക്കായാലും പുരുഷനായിരുന്നാലും എവിടെയെങ്കിലും ഒരു ന്യൂനതകൾ ഇട്ടേ കൊടുക്കത്തുള്ളൂ. കാരണം എല്ലാം കൂടെ തികഞ്ഞു കഴിഞ്ഞെന്നാൽ ദൈവത്തെ മറക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം എന്തോ, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലുള്ള ആ പൂർവജന്മ സുഹൃതങ്ങളും പൂർവജന്മദോഷങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. വിവാഹ ദാമ്പത്യ സമ്മോഹനകാരകൻ ശുക്രൻ സൂര്യഗ്രഹവുമായി 9 ഡിഗ്രിയിൽ മൗഢ്യത്തിൽ നിൽക്കുന്നതിനാൽ ദാമ്പത്യം അത്ര ഗുണകരമല്ല. അസംതൃപ്ത, അശാസ്ത്രീയ, അപ്രിയ കലഹവിരഹങ്ങളിൽ ഏർപ്പെടാനോ അല്ലെങ്കിൽ ഒരു അതൃപ്തികര ദാമ്പത്യത്തിലെയും ഒരു ബഹളം അല്ലെങ്കിൽ സംശയരോഗങ്ങൾ ഇത്യാദികളിലേക്കൊക്കെ നീങ്ങത്തക്ക ഏതെങ്കിലും ദാമ്പത്യ ഘടനകൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വിവാഹകാലം നോക്കുമ്പോൾ ജാതകപ്പൊരുത്തമൊക്കെ കമ്പ്യൂട്ടറിലെങ്കിലും ഇട്ട് പൊരുത്തങ്ങളും ഒക്കെ ഒന്ന് കൃത്യമായി, കമ്പ്യൂട്ടറിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. കാരണം എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ നന്മകൾ വളരെ തുച്ഛമാണ് ലോകത്ത്, തിന്മകൾക്കാണ് കൂടുതൽ പ്രാധാന്യങ്ങൾ വരുന്നത്. അതിനെ വിശദീകരിക്കുക. ഇപ്പം പൊതുജനങ്ങൾക്കാണെങ്കിലും ഒരാളെപ്പറ്റി നല്ലത് പറയുന്നത് കേൾക്കാനൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. എന്തെങ്കിലും ഒരു ദോഷഫലങ്ങളാണ്, അവൾ അങ്ങനെ അല്ലെ ഇങ്ങനെയാണ്, കൂടുതലും പെണ്ണുങ്ങളെ ഇങ്ങനെ കുറ്റം പറയുന്ന കേൾക്കാനാണ് താല്പര്യം, രസം കൂടുതൽ, നുണയും ഏഷണയൊക്കെ ആയിട്ട്. ഈ 9 ഡിഗ്രിയിൽ ശുക്രൻ നിൽക്കുന്ന സ്ത്രീ, പുരുഷ, പണ്ഡിത, പാമര, കുബേര, കുചേല, രാജ്യാന്തര, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ നിൽക്കുന്നു. അതിന് ഡിഗ്രി ബലമുള്ള ആരെയെങ്കിലും കൊണ്ട്
വിവാഹം കഴിപ്പിക്കുക. ബാക്കി ചേർച്ചകളൊക്കെ തന്നെ അങ്ങ് ഒത്തോളും. ഡിഗ്രി ബലം കുറഞ്ഞു കഴിഞ്ഞെന്നാൽ അത് അനുഭവത്തിൽ ഇതുപോലെയുള്ള ദോഷങ്ങൾ വരുമെന്നാണ്. അങ്ങനെ വരാതിരിക്കാനാണ് ഈ പൊരുത്തങ്ങളൊക്കെ കഴിവതും നോക്കുന്നത്. ദൃഢപ്രതിജ്ഞകളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. എങ്കിലും ഈ ദൃഢപ്രതിജ്ഞകളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാം. അന്നേരം കാണുന്നതിനെ മാത്രം വിശ്വസിച്ചും ആദരിച്ചും മാനിച്ചും സഹിച്ചും ഒക്കെ പോകുന്നതിനെ ആണ് ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത്. ദൃഢമായി നിൽക്കണമെന്നില്ല. അതേസമയം ജാതകഫലം എന്ന് പറഞ്ഞാൽ ദൃഢമായി നിൽക്കുന്നതാണ്. ഒരാൾക്ക് 2 വിവാഹമുണ്ടെങ്കിൽ ആദ്യത്തെ ബന്ധം ഒഴിഞ്ഞല്ലേ മതിയാവുള്ളൂ. ഒഴിയണമല്ലോ. അല്ലാതെ ഒന്നുമല്ലേ മരിക്കണം, അല്ലേ ഒഴിയണം, അല്ലേ വേർപെടണം. അല്ലാതെ എങ്ങനെ രണ്ടാമത് നടക്കുന്നു? അപ്പം അത് അനുസരിച്ച് 2 വിവാഹമുണ്ടോ, 3 വിവാഹമുണ്ടോ, 4 വിവാഹമുണ്ടോ, 1 വിവാഹമേ ഉള്ളോ, വിവാഹമേ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് ആണ് ഈ പൊരുത്തങ്ങൾ നോക്കുന്നത്. കമ്പ്യൂട്ടറിലൊന്നും അതില്ല. അതുകൊണ്ട് വിശദമായി നോക്കി 9 ഡിഗ്രിക്കുള്ള പരിഹാരങ്ങൾ നേരത്തെ ചെയ്യുന്ന നല്ലതാവും. മാളവ്യം എന്ന് പറയുന്ന കർമ്മങ്ങൾ, അതായത് സുമംഗലി ആവാനും വിവാഹം നടത്തുന്ന അത് റെഗുലറായിട്ട് സ്മൂത്തായിട്ട് പോകുവാനും സാമാന്യേന മാതൃകാപരമായ ദാമ്പത്യം വരുന്നതിനും സ്വയംവര പൂജ, സ്വയംവര ഹോമം, ദീർഘസുമംഗലി പൂജകൾ മുതലായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ 9 ഡിഗ്രിയിലുള്ള ആ മൗഢ്യതയ്ക്ക് ശമനം വരും. തിരുത്തപ്പെടാവുന്നതും അല്ലെങ്കിൽ കുറച്ചൊക്കെ പരിഹരിക്കപ്പെടാവുന്നതുമാണ് ഈ ഡിഗ്രി ബലങ്ങളിലുള്ള ഗ്രഹങ്ങളുടെ ക്ഷേത്രബലം അല്ലെങ്കിൽ രശ്മിബലം. കുറേയൊക്കെ പ്രതിവിധികളും പ്രാർത്ഥനകളും ബുദ്ധിയും യുക്തിയും സഹനശക്തിയും കൊണ്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഡിഗ്രി ബലങ്ങൾ. എന്നാൽ എല്ലാം പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കഴിവതും ഇത്തരം കാര്യങ്ങൾ 2 ജന്മങ്ങളെ കൂട്ടി യോജിക്കുമ്പോൾ ഈ പൊരുത്തങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇപ്രകാരമൊക്കെ ഉള്ള ഫലങ്ങൾ കണ്ടു. ആളിന് ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ വിദേശത്ത് നല്ല ജോലി കിട്ടി, സാമാന്യം തൃപ്തികരമാണ്. വിവാഹപ്രായത്തിലേക്കൊക്കെ എത്തുമ്പോൾ വീണ്ടും ഏതെല്ലാം നക്ഷത്രങ്ങളാണ് ചേരുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ പൊരുത്തം നോക്കണമെങ്കിൽ ദേവാമൃതത്തിലോട്ട് വീണ്ടും ഒരു കത്തുകൂടെയൊക്കെ അയച്ചാൽ നോക്കി പറയാം. അതിന് മുമ്പ് മകളോട് ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങളിങ്ങനെ 9 ഡിഗ്രിയിലാണ് ശുക്രൻ മൗഢ്യമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണം കാര്യങ്ങൾ. പെട്ടെന്ന് സൗന്ദര്യത്തിലൊന്നും കണ്ട് ആകർഷിച്ച് വീണ് കഴിഞ്ഞാൽ വേറെ ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കാം. ഇതൊക്കെ ഒന്ന് സൂചിപ്പിച്ചും ബോധവതിയാക്കിയും മുന്നോട്ട് പോവുക. ബാക്കി എല്ലാ ഭാഗ്യങ്ങളും ഓക്കെ.